ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റവുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള ക്യാൻഡികൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നല്ല ഹെൽത്തി ഫ്രൂട്ടാണല്ലോ പാഷൻ ഫ്രൂട്ട്. അത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാഷൻ ഫ്രൂട്ടും അതിൻ്റെ കൂടെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ക്യാൻഡി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. വെൽക്കം ടു മലയിൽ വേൾഡ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി സന്ദർശിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. 2 പാഷൻ ഫ്രൂട്ടുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പൾപ്പ് നമ്മളൊരു മിക്സർ ജാറിലേക്ക് മാറ്റിയെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പൾപ്പ് ഇതേപോലെ എടുത്ത് ഒരു മിക്സർ ജാറിലേക്ക് മാറ്റുക. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു ജ്യൂസ് രൂപത്തിലേക്ക് അത് മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് ജ്യൂസായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുക്കുക. അതിൻ്റെ വേസ്റ്റ് നമ്മൾ ഒഴിവാക്കുക. ഇതിന് ശേഷം രണ്ടാമത് ഒന്നുകൂടി അരിച്ചെടുക്കുക. ചെറിയ അരിപ്പ വെച്ചിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കുക. തരികളൊന്നും തീരെ ഇല്ലാത്ത രീതിയിൽ വേണം നമുക്ക് ആ ജ്യൂസ് കിട്ടാൻ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്നുകൂടി അരിച്ചെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുത്തു. തരികളൊന്നുമില്ല, ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിലേക്ക് പഞ്ചസാര ചേർത്തതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇവിടെ പഞ്ചസാര എടുക്കുന്നത് എത്രയാണോ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുന്നത് അതേ അളവിലാണ് പഞ്ചസാര എടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അതുവരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു നൂൽ പരുവം ആവുന്നത് വരെ ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ അല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, റെഡ് ഫുഡ് കളർ. ഇത് തികച്ചും ഓപ്ഷനിലാണ്. നമ്മളെ ഈ വീഡിയോയിൽ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രം ചേർത്തതാണ്. നിങ്ങളൊരിക്കലും ഇത് ചേർക്കണം എന്നില്ല. ഇനി ഒരു നൂൽപ്പരവം ആവുന്നതോടുകൂടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒഴിക്കണോട് കൂടി തന്നെ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ക്യാൻഡിക്ക് വേണ്ടിയിട്ടുള്ളൊരു പരുവമാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പരുവമായോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക്, ഒരു ചെറിയ ഒരു ബൗളിലേക്ക് അല്പം വെള്ളം എടുത്തതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഇതിൽ നിന്ന് അല്പം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പാകത്തിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പരുവം ആയിട്ടുണ്ട്. അതോടുകൂടി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ആ പരുവമാവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. തിളച്ച് മറിയുന്നതും ശ്രദ്ധിക്കണം. ഫ്ലെയിം ഓവറായി കഴിഞ്ഞാൽ തിളച്ചൊന്നായിട്ട് മറിയും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഞാൻ ഈ വെള്ളത്തിലേക്ക് അല്പം ഒന്ന് ഒഴിച്ച് നോക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഉരുട്ടിയെടുക്കാവുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് ഇത് മൗൾഡിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ കട്ടയായി പോകും. ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അല്പാൽപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പുറത്തേക്ക് തള്ളിപ്പോവും. അത് നമ്മൾ ഒന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കിയാൽ മതി. ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് മറ്റൊരു മോൾഡിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കണം. 1 മണിക്കൂർ ആയതിനു ശേഷം നമുക്കത് ഫ്രീസറിൽ നിന്ന് എടുക്കാം. ഇതേപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നല്ല അടിപൊളി ഷേപ്പിൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പാഷൻ ഫ്രൂട്ട് ആയതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. ഇതിൽ അധികമൊന്നും നമ്മൾ മറ്റൊരു സംഗതിയും ചേർത്തിട്ടില്ല, ഫുഡ് കളർ ഒഴിച്ച്. ഓക്കെ, ഇനി ഇത് മക്കൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്.
അവരതിന് വേണ്ടിയിട്ട് നമുക്ക് വിളിക്കാം. മക്കളത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം നല്ല മധുരമാണ്. അതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെറിയൊരു പുളിയും അതിനുണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.